ട്രേഡിന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്ത് പോയ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ആൾക്കൂട്ടം കാണുമ്പോൾ കൈ കറക്കാൻ തോന്നും. ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ മടിയൊക്കെ മാറും എന്ന് വിചാരിച്ചാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷെ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ എന്തായാലും സക്സസ് ഉണ്ടാവും എന്ന് മനസ്സിലായി. അതും കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞാണ് നമ്മൾ ബഡ്ജറ്റ് അലക്സ കൊണ്ടുവന്നത്. നമ്മുടെ വ്യൂവേഴ്സിന് ശരിക്കും വേറൊരാളെയും കൂടി ആക്ച്വലി പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. റിനല് ഇതുവരെ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇരുന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. അതാണ്. ഇതിനു മുന്നേ ഇപ്പൊ ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ തന്നെ ഞാൻ ഫറീസ് ഉണ്ടായിരിക്കും കൂടെ. ഫറീസിന്റെ അടുത്ത് പറയും തുടങ്ങും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ തന്നെ പറയണമല്ലോ. ആ വീഡിയോയിൽ കാണുന്ന ആളല്ല എന്ന് ഞാൻ ഇപ്പൊ നമ്മള് പോഡ്കാസ്റ്റിന് മുന്നേ ഇരുന്നപ്പോഴത്തേക്ക് മനസ്സിലായി കുറച്ചൊക്കെ. ആ ഒരു കാര്യത്തിൽ നല്ല റിഗ്രറ്റ് ഉണ്ട്. അങ്ങനെ വലിയ ഫ്രണ്ട് സർക്കിളൊന്നും ഇല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് കയറി വന്നു. ആ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോ ഒരു പെട്ടെന്ന് കയറി വരുമ്പോഴേക്കും യൂസ്ഡ് ആവാണ കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ആ സേഫ്റ്റി പിൻ ചലഞ്ച് തുടങ്ങിയപ്പോഴേക്കും ഒരു ദിവസം രാവിലെ നോക്കിയപ്പോ അതങ്ങ് 1 million ആയി. പിന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും ഇവര് വട്ടാണോ? അത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ വീഡിയോ. ഞാനിങ്ങനെ ഒറ്റയ്ക്കൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെയാണ്. ഒരിടയ്ക്ക് ഒരു കാട്ടിക്കൂടെ പോയിരുന്നു. അപ്പൊ വഴി തെറ്റി പോയപ്പോഴാണ് ഒരു ഗംഗാധരൻ എന്നൊരു വിചാരണം ഉണ്ടായിരുന്നു. പുള്ളിയൊക്കെ പരിചയപ്പെട്ടു. ഞാൻ അവരുടെ വീട്ടിൽ പോയി താമസിക്കാറൊക്കെ. ഇടുക്കിയിലാണ്. ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ കുറെ പേരോട് ചോദിക്കായിരുന്നു വീഡിയോ ഷെയർ ചെയ്യും. അങ്ങനെ ആരും മൈൻഡും ചെയ്തില്ല. അന്നും കൂടെ നിന്നെന്ന് പറയുന്നത് മലയാളം ടെക് അജിത്തേട്ടനാണ്. അജിത്തേട്ട മാത്രമേ ഉള്ളൂ എനിക്ക് നല്ല പരിചയം, വലിയ പരിചയം. വിളിക്കാൻ പറ്റുമോ? അമ്മ ഞാനാണേ. കുഞ്ഞുണ്ടോ അവിടെ? ഒന്ന് കൊടുക്കാവോ? ഒരു ഇന്റർവ്യൂ അല്ല ഒരു പോഡ്കാസ്റ്റിനാണ്. അപ്പം ഇവർക്ക് എന്നാ ഉണ്ട്? ഹലോ ഹലോ, ഒരു പാട്ട് പാടുമല്ലേ കുട്ടി? ചേട്ടനാണെങ്കിലും വീഡിയോ കാണുമ്പോൾ ചേട്ടൻ്റെ ഒരു 1 minute ആണ് എനിക്ക് തരുന്നത്. അപ്പൊ അതിനൊരു വാല്യൂ കൊടുക്കാന്നുള്ളൂ. ഒന്നെങ്കിൽ ചിരിപ്പിക്കുക, അല്ലെങ്കിൽ ചിന്തിപ്പിക്കുക എന്നുള്ള കാര്യം. ഹലോ എവരിവൺ, നമ്മൾ പിന്നെ ഒരു പോഡ്കാസ്റ്റ് സെഷനുമായിട്ട് വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഇന്റേണൽ ടീമാണ് പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുക കൊച്ചനും ബഡ്ജറ്റ് അലക്സയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് അലക്സ എന്ന് പറഞ്ഞായിരിക്കും. ഇന്ന് നമ്മുടെ ഇവിടെ ഉള്ളത് പവർ സ്റ്റെല്ലാറാണ്. ശരിക്കുള്ള പേരെന്താണ്? ശരിക്കും അമൽ. അപ്പൊ അമലിന് പ്രൊഫൈലിലുണ്ടല്ലോ അമൽ എന്നുള്ളതല്ലേ? ഉണ്ട്. അല്ലാതെ കൂടുതലും എല്ലാവർക്കും അറിയില്ല. അപ്പോൾ നമ്മുടെ കൊച്ചനും ബഡ്ജറ്റ് അലക്സയായിട്ട് ആ രീതിയിലാണ് ട്രെൻഡിങ് ആയി വന്നതല്ലേ? അപ്പം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അവലെ, എങ്ങനെയാണ് പവർ സ്റ്റെല്ലർ ആയത്, അത് ആ ഒരു രീതിയിലേക്ക് എത്തിയത്, ഈ ഒരു കണ്ടന്റിലേക്ക് എങ്ങനെ വന്നു, അതൊക്കെ ഒന്ന്. ഞാൻ ശരിക്കും പഠിച്ചത് ബിടെക് ആയിരുന്നു. ഒരു ബന്ധമില്ലാത്ത കാര്യം പഠിച്ചത്. അപ്പം കുറെ കഴിഞ്ഞപ്പോ എനിക്ക് ഈ മീഡിയ ഫീൽഡ്, വീഡിയോ ക്രിയേഷനോട് ഒരു ചെറിയ താല്പര്യം തോന്നി. അപ്പൊ എന്തുകൊണ്ടൊരു എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയായി. ആൾക്കൂട്ടം കാണുമ്പോൾ കൈ കറക്കാൻ തോന്നും. ആ ഒരു പ്രശ്നമുണ്ട്. ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആ മടിയൊക്കെ മാറും എന്ന് വിചാരിച്ചാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് കഴിഞ്ഞൊരു ടെലിവിഷൻ ചാനൽ വർക്ക് ചെയ്തു. പിന്നെ ശരിക്കും കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഫുള്ളായിട്ട് ഇറങ്ങിയത് സേഫ്റ്റി പിൻ ചലഞ്ച് എന്ന് പറഞ്ഞൊരു ചലഞ്ചിലൂടെ. അപ്പൊ ആ സമയത്ത് ജോലിയുണ്ട്, ജോലി കിട്ടിയൊരു സമയമായിരുന്നു. പക്ഷെ എന്റെ സൈഡിൽ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മനസ്സ് പറയുന്ന രീതിയിലൊക്കെ പോകാന്ന് വിചാരിച്ചു. അപ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് ഇറങ്ങി അതിന് വേണ്ടിയിട്ട്. അപ്പം ഏത് വർഷം സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും യൂട്യൂബ് ചാനൽ? കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. പക്ഷെ ആക്റ്റീവായിട്ട് 1 വർഷം ആവുന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ ആക്റ്റീവ് ആയതിനു ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ് മറ്റേ പിൻ? ഓക്കെ. അതിനു മുമ്പ് സൈഡായിട്ട് കൊണ്ടുപോകാന്നുള്ളൂ. അപ്പം ആ ഒരു മെന്റാലിറ്റി പോകുമ്പോൾ വർക്ക്ഔട്ട് ആവണമെന്നില്ല. പക്ഷെ ഇതിനുവേണ്ടി ഇറങ്ങി തിരിച്ചാൽ എന്തായാലും സക്സസ് ഉണ്ടാവും മനസ്സിലായി. അതും കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞാണ് നമ്മള് ബഡ്ജറ്റ് അലക്സ കൊണ്ടുവന്നത്.
ഓരോ കാലത്തും എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. നമ്മുടെ വ്യൂവേഴ്സിന് ശരിക്കും വേറൊരാളെയും കൂടി ആക്ച്വലി പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. റിനൽ ഇതുവരെ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇരുന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ റിനൽ നമ്മുടെ ടീം ഒരുവിധം എല്ലാവരും പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ട്. മുന്നത്തെ പോഡ്കാസ്റ്റിൽ ചിത്ര, ഐശ്വര്യ, പിന്നെ ഇപ്പോൾ ഫറീസ് ആയിരുന്നു ഇതിന് മുന്നേ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഫറീസ് ഇപ്പം ദുബായിലേക്ക് മാറിയത് കൊണ്ട് ഇപ്പം ബാക്കി എല്ലാവരും ഇപ്പം പുതിയ ആൾക്കാരെയൊക്കെ നമ്മൾ ആയിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്. അല്ല, എനിക്കും ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ സഭാകമ്പവും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴത്തേക്കാണ്. ഇപ്പൊ ഇതിനു മുന്നേ ഇപ്പൊ ഇൻട്രൊഡക്ഷൻ പറയാനാണെങ്കിൽ തന്നെ ഞാൻ ഫറീസ് ഉണ്ടായിരിക്കും കൂടെ. ഫറീസിന്റെ അടുത്ത് പറയും തുടങ്ങിയോ, പക്ഷെ ഇപ്രാവശ്യം ഞാൻ തന്നെ പറയണമല്ലോ. അതുകൊണ്ടാണ് പിന്നെ അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുള്ള സാഹചര്യം. ഇപ്പൊ ബ്രോയ്ക്കാണെങ്കിലും ഇപ്പൊ ഞാൻ എന്തായാലും തീരുമാനിച്ചു ഇങ്ങനൊരു സംഭവം പോകണം, വേറെ ഓപ്ഷൻ ഇല്ല, ഞാൻ ചെയ്തേ പറ്റുള്ളൂ. എന്തെങ്കിലും പുതിയതായിട്ടുള്ള കണ്ടന്റ് എന്തായാലും ഇറങ്ങി തിരിച്ചതിന്. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലായിരിക്കുമല്ലോ നമ്മൾ ഇനിഷ്യലി കുറെ സാധനം നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ പുതിയ കോണ്ടന്റ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി വരിക. കാരണം നമുക്കൊരു കമ്മിറ്റ്മെന്റ് വേണമല്ലോ. ഒരു പ്രൊഫഷൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം. ഒരു ജോലി പോലെ തന്നെയാണല്ലോ ഇത്. കുറച്ചുകൂടി പാടായിരിക്കും. കാരണം ജോലി കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിരിക്കും. അതിനൊരു പ്രോസസ് ടൈം ഉണ്ടാവും. ഒരു പ്രോസസ് ഓറിയന്റഡ് ആയിരിക്കാം. എല്ലാ ജോലിക്കും അങ്ങനെ ഇല്ല, പക്ഷെ എന്നാലും കോണ്ടന്റ് ക്രിയേഷൻ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ഇതിലേക്ക് വരാം. അതായത് ഈ ബഡ്ജറ്റ് അലക്സ, അത് ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അതായത് കുട്ടികൾ എപ്പോഴും എല്ലാവർക്കും കാണാനും എപ്പോഴും ഒരു കോണ്ടന്റ് വാല്യൂ ഉള്ളൊരു സംഭവമാണ്. എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്നതും എല്ലാവർക്കും ഒരു ഹാപ്പിനെസ് തരുന്നതുമായിട്ടുള്ള കാര്യമാണ് കുട്ടികളെ കാണുമ്പോഴത്തേക്കെന്ന് പറയാം. അപ്പോൾ ആ ഒരു കോണ്ടന്റ് സെലക്ട് ചെയ്യാനും അത് ഡിഫറെൻ്റ് ആയിട്ട്, കാരണം ഒരുപാട് പേര് കുട്ടികളുടെ വെച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഡിഫറെൻ്റ് ആയിട്ട് ഒരു അപ്രോച്ച് നടത്തി. അതെങ്ങനെ ആ ഒരു ഇതിലേക്ക് എത്തിയത്? അത് ഞാൻ ശരിക്കും യൂട്യൂബിലേക്ക് വരുന്നതിന് മുമ്പ് കുറെ കാര്യങ്ങൾ പഠിച്ചായിരുന്നു, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ നീഷ് അങ്ങ് മാറ്റും. നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നതിന്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പൊ കണ്ടോണ്ടിരിക്കുന്നവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു പുതുമ തോന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഇതൊരു ശരിക്കും സർവൈവൽ ഗെയിം തന്നെ. ഇപ്പൊ ഒരു 95 ജോബ് പോലൊക്കെ തന്നെയാണ്, അതിനേക്കാളും ടെൻഷനൊക്കെയാണ്. അപ്പം എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ അവള് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. വീഡിയോ ആണെങ്കിലും തന്നെ ക്യാമറ ഒക്കെ എടുത്തോണ്ട് പോയി ചെയ്യാറുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഒരു ഹീറോ കണ്ടന്റ് അതാണ്. ചിലപ്പം 1 മാസം കഴിയുമ്പോൾ അത് മാറും. എല്ലാ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മാറും എന്തായാലും ഉറപ്പായിട്ടും. പക്ഷെ ഒരു കണ്ടന്റ് ആദ്യമായിട്ടായിരിക്കും ഇത്ര നാള് ചെയ്യുന്ന, ഒരു 5 വീഡിയോ ഒക്കെ ചെയ്യുന്ന ആദ്യമായിട്ടായിരിക്കും. കാരണം കുറെ പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഒരാള് ഞെട്ടിപ്പോയി, ഇങ്ങനെ മറ്റേ സൂയിസൈഡ് ലെവലിലൊക്കെ അവർക്ക് ഇത് കാണുമ്പോ ഒരു ശരിയാണ്. അത് ഭയങ്കര ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നത്. പിന്നെ അമല് പറഞ്ഞല്ലോ യൂട്യൂബിലാണ് കൂടുതലും ഉള്ളതെന്നുള്ളത്, പക്ഷെ എന്നാലും ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. ശരിക്കും ഞാനും ആ വീഡിയോ കംപ്ലീറ്റ്ലി കണ്ടിട്ടുള്ളത്, ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു കണ്ടന്റ് ശരിക്കും ഭയങ്കര ഡിഫറെന്റ് ആണ്. ആ ബഡ്ജറ്റ് അലക്സ എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടാണ് ആൾക്കാർക്ക്. ശരിയാണ്. പിന്നെ ശരിക്കും എന്താണ് നമ്മളിപ്പം കോണ്ടന്റ് ചെയ്യുന്നുണ്ട്, ആ വീഡിയോയിൽ കാണുന്ന ആളല്ല എന്ന് ഞാൻ ഇപ്പൊ നമ്മൾ പോഡ്കാസ്റ്റിന് മുന്നേ ഇരുന്നപ്പോഴത്തേക്ക് മനസ്സിലായി കുറച്ചൊക്കെ. അതായത് അധികം സംസാരിക്കാതെ കുറച്ച് റിസർവ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള. അല്ല, അതാണ് നമ്മുടെ നീഡാണ്. നമ്മുടെ നീഡിനനുസരിച്ച് നമ്മളത് ചേഞ്ച് ചെയ്യുന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ശരിക്കും എന്താണ് അമല്, അതായത് പിന്നെ ഫ്രണ്ട് സർക്കിൾ ഒത്തിരി ഉള്ള ആളാണോ? അങ്ങനെ ഭയങ്കര ആ ഒരു കാര്യത്തിൽ നല്ല റിഗ്രറ്റ് ഉണ്ട്. അങ്ങനെ വലിയ ഫ്രണ്ട് സർക്കിൾ ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത കയറി വന്ന ആ ഒരു പ്രശ്നമുണ്ട്.
ഇപ്പോഴും ഒരു വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഫാമിലിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഫാമിലി നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ നല്ല സപ്പോർട്ട്. ഇനിഷ്യലി എല്ലാവർക്കും ഒരു ഇതുണ്ടാവുമല്ലോ, ഇതെങ്ങനെ പോകും എന്നുള്ള കാര്യത്തില് ഒരു പോയിന്റ് എത്തുന്നിടം വരെ കുറച്ച് പാടായിരിക്കും, അത് ഇപ്പൊ കുഴപ്പമില്ല. മറ്റേ നമ്മുടെ വേറെ നമ്മള് വീഡിയോസും കണ്ടില്ലായിരുന്നു, ഇത് ക്ലൗഡ് മേഘങ്ങളെ വെച്ചിട്ട് ഉള്ളൊരു, അത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ വീഡിയോ ആണ്. ആളുകളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? സേഫ്റ്റി പിന്നെ അതുപോലെ മേഘം ഇതൊക്കെ നമ്മള് കോൺസ്റ്റന്റ് ആയിട്ടൊന്നും ചെയ്യില്ല. ഇപ്പം ഇന്ന് ചെയ്യുന്നതിന്റെ നേരെ കോൺട്രാസ്റ്റ് ആയിട്ട് ആൾക്കാർക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. വിമർശനം ഉറപ്പായിട്ടും അല്ല, നമുക്ക് വിമർശനം വന്നില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ ഡെഡ് ആണെന്നുള്ളതാണ് അർത്ഥം. നമുക്ക് പോസിറ്റീവ് ക്രിറ്റിസിസം ഉണ്ടാവണം, നെഗറ്റീവ് ക്രിറ്റിസിസം ഉണ്ടാവണം. ഇതില്ലാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടന്റ് ആരും മര്യാദയ്ക്ക് കാണുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്. കാരണം ഞങ്ങൾക്കതില്ല, ഞങ്ങൾക്ക് ക്രിറ്റിസിസം വന്ന് തുടങ്ങിയിട്ടില്ല, നമ്മുടെ കണ്ടന്റ് ആൾക്കാർ കണ്ടു തുടങ്ങിയിട്ടില്ല. ഇപ്പം അമലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു ഞാൻ കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ അവിടെ ഡയറക്റ്റ് ആൾക്കാർക്ക് ചെല്ലുമ്പോ തന്നെ കിട്ടത്തില്ല, ഇവനെന്ത് ഭ്രാന്താണെന്നൊക്കെ വിചാരിക്കത്തില്ല. അത് ഞാൻ തുടങ്ങിയ സമയത്ത് നമ്മളിപ്പോ ഒരു പെട്ടെന്ന് കയറി വരുമ്പോഴേക്കും യൂസ്ഡ് ആവുകയാണെ കുഴപ്പമില്ല. ഇത് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ആ സേഫ്റ്റി പിൻ ചലഞ്ച് തുടങ്ങിയപ്പോഴേക്കും ഒരു ദിവസം രാവിലെ നോക്കിയപ്പോ അതങ്ങ് 1 million ആയി. പിന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും, ഇവര് വട്ടാണോ? അതിപ്പോ നമ്മള് ഇപ്പൊ ഏറ്റവും അറിയപ്പെടുന്ന ഈ മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുന്ന ആളില്ലേ, പുള്ളിയുടെ സംഭവങ്ങളൊക്കെ നമ്മൾ ആദ്യമേ കാണുമ്പോൾ നമുക്ക് വിചാരിക്കത്തില്ലേ ഈ ഭ്രാന്താണെന്നുള്ളൊരു സംഭവം, എന്തൊക്കെയാ കാണിച്ചു വിടുന്നത്. ഈ കാശ് എന്ന് പറയുന്ന സാധനം ഇട്ടെങ്കിൽ കളിക്കല്ലേ. പക്ഷെ എന്തോ ആ ഒരു കണ്ടന്റ് ഇത്രത്തോളം വൈറലായി ആ രീതിയിൽ ഇപ്പൊ വേൾഡിൽ ഏറ്റവും ടോപ്പിൽ വന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു എക്കണോമി ഭയങ്കരമായിട്ടൊരു ഉണ്ടാക്കുന്ന ഒരു സാധനം. അതെ. അപ്പൊ ആ ഒരു ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ കാലവും നമുക്ക് അതിലൊരു സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ. അത് ഇതെന്ന് വെച്ചാൽ നമ്മളിപ്പം 1 minute വീഡിയോ ആണെങ്കിലും ഇപ്പൊ ചേട്ടനാണെങ്കിലും വീഡിയോ കാണുമ്പോൾ ചേട്ടന്റെ ഒരു 1 minute ആണ് എനിക്ക് തരുന്നത്. അപ്പൊ അതിനൊരു വാല്യൂ കൊടുക്കാന്നുള്ളൂ. ഒന്നെങ്കിൽ ചിരിപ്പിക്കുക, അല്ലെങ്കിൽ ചിന്തിപ്പിക്കുക എന്നുള്ള കാര്യം ശരി തന്നെ. കാരണം ചിരി എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതെ. കാരണം ഈവൻ ചിന്തിപ്പിക്കാനാണെങ്കിൽ കൂടി ഒരു ഹ്യൂമറിൽ നമ്മൾ കൺവേ ചെയ്യുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് ഒരു രസം തോന്നുന്നത്. പിന്നെ ക്ലൗഡ് വീഡിയോ, പിന്നെ വേറെ എന്തൊക്കെ കൈൻഡ് ഓഫ് വീഡിയോസ് ആണ് നമ്മള്? ക്ലൗഡ് വീഡിയോ, പിന്നെ സേഫ്റ്റി, പിന്നെ ഈ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന കൈൻഡ് ഓഫ് വീഡിയോസ് ഇല്ലായിരുന്ന? മറൈൻ ഡ്രൈവിലൊക്കെ പോയിട്ട് ഒരു വീഡിയോ ചെയ്തൊരു, അതാണ് എനിക്ക് ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് കൂടുതലും സ്ട്രേഞ്ചേഴ്സാ ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. വഴിയിലൊക്കെ ആൾക്കാരടുത്ത് പോയി അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇപ്പോഴും കണക്ഷൻ ഉണ്ട് അങ്ങനെ ആണല്ലേ? ഓക്കെ. ഞാനിങ്ങനെ ഒറ്റയ്ക്കൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോ അവിടെ വെച്ച് പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെയാണ്. ഒരിടയ്ക്ക് ഒരു കാട്ടിക്കൂടെ പോയിരുന്നു. അപ്പൊ വഴി തെറ്റി പോയപ്പോഴാണ് ഒരു ഗംഗാധരൻ എന്നൊരു ചേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിയൊക്കെ പരിചയപ്പെട്ടു. ഞാൻ അവരുടെ വീട്ടിൽ പോയി താമസിക്കാറൊക്കെ ഉണ്ട്. എവിടെ? ഇടുക്കിയിലാണ്. ഫ്ലൈറ്റിലൊക്കെ. അപ്പൊ ശരിക്കും മുന്നേ അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല എന്നുള്ളൊരു സംഭവം ഇപ്പൊ മാറിക്കിട്ടി. കുറെ ആൾക്കാർ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ കാണുന്നത് കറക്റ്റാണ്. ഇപ്പൊ അങ്ങനെ ഒരു മെന്റാലിറ്റി, ഒരു ഇപ്പൊ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണെങ്കിൽ തന്നെ എല്ലാവരും ഒരുപാട് ആൾക്കാർ അങ്ങനെ വീട്ടുകാരെ പോലെ തന്നെ കാണുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള എല്ലാവർക്കും ഫാമിലിയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഫീൽ. ഇപ്പൊ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഫ്രണ്ട്സ് ഉണ്ടോ? ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് കുറവാണ്. ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ കുറെ പേരോട് ചോദിക്കാറ് വീഡിയോ ഷെയർ ചെയ്യൂ, അങ്ങനെ ആരും മൈൻഡൊന്നും ചെയ്തില്ല. അന്നും കൂടെ നിന്നെന്ന് പറയുന്നത് മലയാളം ടെക് അജിത്തേണ്ണുണ്ട്. അജിത്തേണ്ണ മാത്രമേ ഉള്ളൂ എനിക്ക് നല്ല പരിചയം, വലിയ പരിചയം. ഇപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? മലയാളം ടെക്കിന്റെ കമ്പനിയാണ്. പിന്നെന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? എങ്ങനെ എന്താ പറയാ, എനിക്ക് എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിൽക്കാന്നുള്ളതാണ്. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ കൊള്ളാന്നുണ്ട്. എന്താ പറയാ, കുട്ടികളെ എങ്ങനെ വളർത്തണം. ഇപ്പൊ എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഒരു പേരന്റിങ് ലെവലിൽ സാധനം ചെയ്യാൻ കൊള്ളാന്നുണ്ട്. ഓക്കെ, അത് നല്ല കോൺസെപ്റ്റ് ആണല്ലോ. ഓരോ സമയത്ത് ഓരോ ബിസിനസ് ഐഡിയ വരും, അത് ചെയ്യും, അത് ഫ്ലോപ്പ് ആവും.
അല്ല, നമ്മൾ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളൊരു പാർട്ടിലാണ്. അത് ചിലപ്പം മാർക്കറ്റ് അത് ഡിമാൻഡ് ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷെ അല്ലെങ്കിൽ മാർക്കറ്റിനെ നമ്മൾ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നില്ലായിരിക്കാം. ഈ സംഭവങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഫ്ലോപ്പ് ആവുന്നത്. പിന്നെ എത്രയോ വലിയ ഹൈപ്പിലെത്തിയ ഈ പറയുന്ന പോലെ കമ്പനീസ് പോലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ താഴെ പോയിട്ടുണ്ട്. അത് പുതിയ അഡാപ്റ്റേഷൻസും പുതിയ കാര്യങ്ങളൊന്നും വരുത്താത്തത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പിന്നെ അഗ്രസീവ് മാർക്കറ്റിംഗ് ഒക്കെ ഒരു വലിയ ഫാക്ടറാണ്. നമ്മൾ എല്ലാവരുടെയും ഒരു പരിധി വരെ നമുക്ക് എല്ലാവരുടെയും ഇമോഷൻസിനെ ചൂഷണം ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ അങ്ങനെ ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആരെയൊക്കെയാണ് അതേ കുറിച്ചൊക്കെയാണ് മനസ്സിലായിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു കമ്പനി അത് നമ്മൾ പഴയ പോഡ്കാസ്റ്റിലൊക്കെ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ അഗ്രസീവ് മാർക്കറ്റിംഗ് ചെയ്തിട്ട് ഇതായി പോയ കമ്പനീസിനെ കുറിച്ച്. ഞങ്ങൾ ആക്ച്വലി ഒരു ബ്രാൻഡിങ് ഏജൻസി ആണ്. സെപ്പറേറ്റ് കമ്പനിയുടെ ഒരു സെൻട്രൽ സോഴ്സ് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന പോലെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവരാനും അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം, നല്ല ബ്രാൻഡ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. ട്രേഡിന്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രത്ത് പോയിരുന്നു. ഒരാൾ വിളിച്ചിട്ട് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞ് ചെന്നായിരുന്നു. അവിടെ ചിലപ്പോൾ ആള് ഫോൺ എടുത്തില്ല. അതെങ്ങനെയുണ്ട് ആ ഇൻസിഡന്റ്? ഇതുപോലെ മെസ്സേജ് അയച്ചാണ് ക്യാമറ അതിന് പകരം തരാന്ന് പറഞ്ഞിട്ട് വിളിച്ച. ഓക്കെ, അവിടെ ചെന്നപ്പോ ഫോൺ എടുക്കുന്നില്ല. പിന്നെ തിരിച്ചോ? പുള്ളി പ്രാങ്ക് ചെയ്താണ്. നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഇലക്ഷൻ ഒന്ന് വിളിക്കാൻ പറ്റുമെന്ന് ഒന്ന് കിട്ടുമെന്നറിയില്ല. എന്താ ബഡ്ജറ്റ് ശരിക്കും പേരെന്താണ്? എന്താ വേറെ വിളിക്കുന്ന ലയെന്ന് വീട്ടിലെന്താ വിളിക്കുന്ന? അങ്ങനൊന്നുമില്ല, എന്തും വിളിക്കും. ലയ എന്താ വിളിക്കുന്നത്? ഫോറസ്റ്റിലെന്ന് എന്താ വിളിക്കുന്നത്? അത് പറയണം. പട്ടിമാമൻ. മറ്റേ ഒരു സമയത്ത് മറ്റേ പട്ടിമാമൻ. ഇത് മാമനല്ലല്ലോ അല്ലേ? കൊച്ചനാണ്. ഹലോ അമ്മ, ഞാനാണേ. കുഞ്ഞുണ്ടോ അവിടെ? ഒന്ന് കൊടുക്കാവോ? ഞാനൊരു ഇന്റർവ്യൂവിന് അല്ല ഒരു പോഡ്കാസ്റ്റിന് വന്നു. അപ്പം ഇവർക്ക് എന്നാ ഉണ്ട്? ഹലോ ഹലോ, എന്നാ എടുക്കുവാ? ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുവാ. എന്നാ എടുക്കുവാ? മിൽവിൻ എന്ത് ചെയ്യാ? മിൽവിൻ വീട്ടിൽ കാണും. അതെ, ഇവിടെ ഒരു വേറൊരു ചേട്ടൻ അന്വേഷിക്കുന്നുണ്ട്. ഹലോ, ദേക്കുട്ടിയാണോ? ഹലോ, എന്തുണ്ട് വിശേഷം? എന്ത് ചെയ്യുമായിരുന്നു? കൊച്ചച്ഛന്റെ എന്തെങ്കിലും എടുത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാ? കൊച്ചച്ഛന്റെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചാ? എന്ത് ഒളിപ്പിച്ചു വെച്ച? ഫോൺ നോക്കി ആ സമയത്ത് കിട്ടി ഗ്യാപ്പില്. ലേക്കുട്ടി ഒരു പാട്ട് പാടുവോ? ഒരു പാട്ട് പാടുവോ ലേക്കുട്ടി? കണ്ണാൻ തുമ്പി പോരാൻ പോലെ. നല്ല പാട്ടാണേ. ടാറ്റ, ഞാൻ അങ്ങോട്ട് വരാം. ചുമ്മാ ഇരിക്കും അവിടെ. രണ്ട് ചേട്ടന്മാരുണ്ട്, ചേട്ടന്മാരെന്നെ ചോദ്യം ചോദിച്ചോണ്ടിരിക്കും. ഓക്കെ, വീഡിയോസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന താക്കോലും. അതിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? അതുണ്ട്. അച്ഛനൊരു കടയാ. അപ്പം ഞാൻ നോക്കുമ്പോ അച്ഛൻ രാവിലെ തപ്പിക്കൊണ്ടിരിക്കുക. എന്തോ തപ്പിക്കൊണ്ടിരിക്കും. കട തുറന്നിട്ടില്ല. ഞാൻ പറഞ്ഞു കടയുടെ താക്കോല് കാണുന്നില്ല. അച്ഛൻ പറഞ്ഞു 10 മണി വരെ താക്കോല് വരുന്നു. കാറിന്റെ കീ. ഇനിയിപ്പൊ നമ്മളെന്തേലും മറന്നു പോയാലും
അതിന്റെ തലയിൽ വെച്ചു കൊടുക്കും. അപ്പം ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഐ മീൻ വേറെ എന്തെങ്കിലും ജോബോ അങ്ങനെ എന്തെങ്കിലും പാരലലി നോക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ഇത് കംപ്ലീറ്റ്ലി ഇതുമായിട്ട്? ഇപ്പോഴോ? ആ ഇപ്പൊ ഇല്ല. ഇല്ല. ട്രേഡിങ്ങിലോട്ട് എങ്ങനെയാ വന്നിട്ടുള്ളത്? ട്രേഡിങ് ശരിക്കും ഞാൻ ഒരു ആർട്ടിക്കിൾ വായിച്ചായിരുന്നു. ഓക്കെ. കയ്യിൽ മക്ഡൊണാൾഡ് എന്ന് പറഞ്ഞ പുള്ളിയാണ് ഈ ഒരു സിസ്റ്റം തുടങ്ങി വെച്ചത് കാനഡയിൽ. പേപ്പർ ക്ലിപ്പിൽ നിന്ന് തുടങ്ങി വീഡിയോ വരെ എത്തി. അപ്പൊ പുള്ളി അങ്ങനെ വീഡിയോ ഒന്നും ഡോക്യുമെന്റോ ചെയ്തിട്ടൊന്നുമില്ല. ആ സമയത്ത് യൂട്യൂബ് അങ്ങനെ റെലവെന്റ് അല്ല. പിന്നെ പുള്ളിയുടെ ഒരു ടെഡെക്സ് ടോക്കിൽ അത് യുഎസിലെ ഒരു മെയിൻ കണ്ടന്റ് ആണിത്. അവിടെയൊക്കെ കുറെ കൂടെ ലിബറൽ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്താണ്. ഇപ്പൊ വേറെ ആരെങ്കിലും ഇങ്ങനത്തെ കൈൻഡ് ഓഫ് സംഭവം ചെയ്യുന്നുണ്ടോ നമ്മുടെ കേരളത്തിൽ? അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടുണ്ട്. നോർത്തിലാണോ ഏതോ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സംഭവം. ഇതുപോലെ അല്ലാതെ ഇനിയിപ്പം പുതിയ കൈൻഡ് ഓഫ് കോൺസെപ്റ്റുകൾ വരുന്നുണ്ടോ? എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. അത് ഒത്തിരി കാര്യങ്ങൾ അതിൽ ഡിപ്പെൻഡന്റ് ആണല്ലോ അല്ലെ ഇങ്ങനത്തെ കാര്യങ്ങള്. അപ്പൊ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തോണ്ടിരുന്ന ഒരാളുണ്ട്. അപ്പം ഇതില് കൂടുതൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങള് വേറെ ആരെങ്കിലും ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. ഇങ്ങനെ ഇത്ര വീഡിയോസ് ഒരു മാസം ഇടണം അങ്ങനത്തെ എന്തെങ്കിലും പ്ലാൻ വല്ലതും ഉണ്ടോ? പ്ലാൻ നടക്കാറില്ല. ഇനി ചെയ്തോണ്ട് വരണം. ശരിക്കും നമ്മളൊരു ടിവി ചാനൽ പോലെ തന്നെ കാണാം. ഒരു പ്രോസസ് കൊണ്ടുവരണം. ഇത്ര എപ്പിസോഡ്സ് ഒരു മാസം വേണം, കറക്റ്റ് ടൈമിൽ ഇടണം. അതൊക്കെ ഉണ്ട്. ആളുകൾ ചോദിക്കാറുണ്ട് വീഡിയോസ് വരാതിരിക്കുമ്പോൾ നെക്സ്റ്റ് വീഡിയോ എപ്പോഴാണ്. അങ്ങനെ പോസിറ്റീവ് ആയിട്ട് വിളിച്ച് നല്ല രീതിയിൽ ഇതൊക്കെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുന്ന ഫാൻസും ആൾക്കാരും ഉണ്ടല്ലേ? എനിക്ക് തോന്നുന്നത് അറിയാവുന്നവരെക്കാളും കൂടുതൽ അവരൊക്കെയാണ് ശരിക്കും ആ സ്ട്രെങ്ത് എന്നുള്ളത് അല്ലെ, മുന്നോട്ട് പോകാനുള്ള ഒരു. നമ്മളൊന്നും ഇല്ലാത്തടത്തുനിന്ന് ഇത്ര സബ്സ്ക്രൈബേഴ്സ് വന്നെങ്കിൽ അവര് തന്നെയാണല്ലോ കൂടെ. പുറത്തു പോകുമ്പോൾ ആളുകളുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ് പെട്ടെന്ന് കാണുമ്പോൾ? അപ്പം ആൾക്കാര് അറിയാറുണ്ട്. എപ്പോഴെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പൊ ഒരു വർഷം ആയിട്ടുള്ളൂ, തോന്നിയിട്ടില്ല. വേറെ ഇത് നിർത്തിയിട്ട് അങ്ങനെ പോകണമെന്നൊന്നും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല ശരിക്കും. നമ്മുടെ കാരണം എപ്പോഴും അങ്ങനെ തോന്നല് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയും കൂടിയാണിത്. കാരണം നമ്മൾ സെൽഫ് ഡ്രിവൺ ആണല്ലോ ഈ സാധനത്തില്. അപ്പൊ ആ നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും അങ്ങനത്തെ തോട്ട് പ്രോസസ് ഒക്കെ ചെയ്യാനും പിന്നെ കുറച്ചൊക്കെ ധൈര്യം വേണം അല്ലെ, കുറച്ചധികം വേണം. കാരണം ഈ പറയുന്ന പോലെ ക്രിറ്റിസിസം ചിലപ്പോൾ നമുക്ക് ഭയങ്കര എഫക്ട് ചെയ്യും. ഇങ്ങനത്തെ ഈ റോട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഒരു കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ആൾക്കാരോടൊക്കെ ചെയ്യുമ്പോൾ ഈ ക്ലൗഡിന്റെ കാര്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര നമുക്കൊരു ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സംഭവം വേണമല്ലോ. കണ്ടന്റ് ആണെങ്കിൽ കൂടിയും ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യും. ചിലപ്പോ പണ്ടൊക്കെ നമ്മുടെ ഇങ്ങനത്തെ നമ്മുടെ സാബു പുള്ളിയൊക്കെ തരികിട പുള്ളി അതിനൊക്കെ ഒരു മെന്റൽ സ്ട്രെങ്ത് വേണമല്ലോ. ചിലപ്പോ അതൊക്കെ അടി കിട്ടാനുള്ള സാധ്യത വരെ ഉള്ള സാഹചര്യങ്ങളാണല്ലോ. അപ്പം ആ ഒരു മെന്റൽ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ശരിക്കും അല്ലെ സക്സസ് ആയി എന്ന് പറയാം. പിന്നെ നമ്മൾ പുതിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവരും. പ്രാക്ടീസ് ചെയ്ത് ചെയ്യാനുള്ളൂ. ഒരു വീഡിയോയിൽ അടുത്ത വീഡിയോ വരുമ്പോൾ എന്തെങ്കിലും ചെറിയ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. എന്തെങ്കിലും വൈറൽ കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഒരു പ്ലാൻ അനുസരിച്ച് പോവാണെങ്കിൽ അത്യാവശ്യം നല്ലതായിരിക്കും. ഇതിനു മുന്നേ ഒരു വൈറലാവട്ടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മൂവി റിവ്യൂസിന്റെ ഒക്കെ. അതെങ്ങനെയായിരുന്നു? ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു. അത് ശരിക്കും വൈറലാവാൻ വേണ്ടിട്ടല്ലായിരുന്നു. ഞാൻ പറയില്ലേ കാട്ടില് ഒരു അമ്മയും അച്ഛനും അവരുടെ കയ്യിൽ കുറെ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്, ഈ മുളയും ഈറ്റയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെങ്ങനെങ്കിലും ആൾക്കാരുടെ മുന്നിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അന്നൊന്നും ആരും വീഡിയോ കാണാറില്ലായിരുന്നു. ഞാൻ നോക്കുമ്പോ ഒരു 10-20 ക്യാമറ ഒരേ സമയം വരുന്നത് മറ്റേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അതും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിലും അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ആൾക്കാർ നോട്ടീസ് ചെയ്ത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു AI ഗേൾഫ്രണ്ട് എന്നൊരു ഗേൾഫ്രണ്ട് വെച്ചിട്ട് ഒരു കൈനോട്ട് എടുത്തു പോയ അതിലാണ് ഒരു റെക്കഗ്നിഷൻ കിട്ടി തുടങ്ങിയല്ലേ.
ഓക്കെ. നല്ല റെക്കഗ്നീഷൻ ഒന്നും അല്ലായിരുന്നു. അതയാളെ കണ്ടത് നമുക്ക് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അത്. എന്തായാലും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ളൊരു പറ്റും. ആ രീതിക്ക് എന്തായാലും വേറെ ഒരു ലോട്ടറി ചേട്ടൻ്റെ അടുത്ത് ഒരു ലോട്ടറി എടുക്കാൻ പോയ ഹെൽപ്പ് ചെയ്യാൻ ചോദിച്ചൊരു വീഡിയോ കണ്ടായിരുന്നു. ലോട്ടറി എടുത്ത് എന്ത് ഹെൽപ്പാ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് ഇപ്പൊ ഒരു ലോട്ടറി എടുക്കാൻ പോയ പുള്ളി 5 ലോട്ടറി എടുപ്പിച്ച. അങ്ങനെ എനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടിട്ട് ചെയ്യണം താല്പര്യം. കാരണം ഓൾറെഡി നമ്മുടെ യൂട്യൂബറിന്റെ പേരെന്തായിരുന്നു പുള്ളി, വീട് വെച്ച് കൊടുക്കുകയും മറ്റേ ഫ്ലൈറ്റിൽ ആൾക്കാരെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള നിക് വ്ലോഗ്സ്. ഓൾറെഡി പുള്ളി ആ സിമിലർ കണ്ടന്റ് തന്നെയാണ് ചെയ്യുന്നത്. ഞാനാണെങ്കിലും ഫ്ലൈറ്റിൽ പോയായിരുന്നു ഈ അമ്മ അച്ഛനും. പക്ഷെ അന്നും മനസ്സിൽ റെഗ്രറ്റ് ഉണ്ട്. ക്യാമറയുടെ മുന്നിൽ ചെയ്യുവാണ് അവരെ ഫേസ് കാണിക്കുന്നത്. അതൊരു ഭയങ്കര വിഷമമാണ്. നമ്മൾ എന്തും കണ്ടന്റ് ആക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഒരു സംഭവം നഷ്ടപ്പെടും. നമ്മൾ ചോദിക്കും അമ്മ ഇതുപോലാണ് വീഡിയോ ചെയ്താൽ മാക്സിമം ചോദിക്കും. നമ്മൾ അവരുടെയും കൂടി ശരിക്കും ഒരു പെർമിഷൻ എടുക്കണമല്ലോ. നമ്മുടെ അച്ഛനമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഫേസ് കാണിക്കുക നമ്മള് ടെക്നിക്കലി പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു കണ്ടന്റ് ആണ്. പക്ഷെ അന്നും അവരുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ എന്റെ സ്വന്തം അച്ഛനും അമ്മയെ പോലെയാണ്. അതിനു മുമ്പ് ഞങ്ങൾ അത്രയും ബോണ്ടിങ് പിന്നെ കുഴപ്പമില്ല. സേഫ്റ്റി പേജിനകത്ത് വീട് ഡോക്ടർ ആനന്ദോ അല്ലേ? ആനന്ദ് ചേട്ടൻ. അത് 6 months പണി തുടങ്ങിയ ആ സമയത്താണ് മഴ പെയ്തത്. ഇപ്പം കഴിയാറായി. അത് ലാസ്റ്റ് ഹോപ്പായിരുന്നു. ഇതുപോലെ അപ്പം എന്തായാലും ഇനി അമലിന് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ നമുക്ക് കാണാം അല്ലേ? ഒരുപാട് ഏർലി സ്റ്റേജ് ആണല്ലോ കോണ്ടന്റ് ക്രിയേഷനിൽ. കാരണം 1 year ആണ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടട്ടെ. കുറച്ചും നമുക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഇനി പോഡ്കാസ്റ്റ് വരുമ്പോഴത്തേക്ക് കുറച്ച് ഒരു മില്യനൊക്കെ അടിച്ച് ആ ഒരു രീതിയിൽ നമ്മളിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്റ്റോറീസ് ഒരു പറയാന്നുള്ളൊരു കാര്യം നമുക്ക് ആൾക്കാരിലേക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെ ഓരോരുത്തരുടെ സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും ഒരു സ്ട്രഗിൾ ഫേസ് കഴിഞ്ഞിട്ടാണല്ലോ വരുന്നുണ്ടാവും. നല്ല കാലം വരും, നമ്മൾ ആ ഒരു ഫേസിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അത്ര ഇതായിട്ട് ഫോക്കസ് ചെയ്യാതെ എല്ലാവരും നമുക്ക് എന്ത് കൈൻഡ് ഓഫ് ആൾക്കാരെയും നമുക്കൊരു വിളിക്കാം. അത് നമുക്കൊരു ശരിക്കും ഒരു സ്റ്റോറി ആണല്ലോ. എല്ലാവരുടെയും ലൈഫിന്റെ സ്ട്രഗിൾ ഒരു സ്റ്റോറി ആണ് ശരിക്കും. കഥ പറയാനുണ്ടാവും എല്ലാവർക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന സെഗ്മെന്റ് ഒന്ന് ഫോക്കസ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്കും ഒരു ഇത് കേൾക്കുന്ന ആൾക്കാർക്കും അത് പിന്നെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്നുള്ളൊരു ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുവന്നത്. പിന്നെ സാറ് ഇതുപോലെ പറയുന്നത് നമ്മള് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിനും ഇതുപോലെ ഏതെങ്കിലും ഒരു ഗസ്റ്റിനെ വിളിക്കാണ്ട് ഇപ്പൊ നിങ്ങൾ വഴിയിലേക്ക് ഇറങ്ങിയിട്ട് താമസിക്കുന്നവരോട് ചോദിച്ചാൽ അവർക്ക് വലിയ കഥ പറയാൻ കാണും. കഥകൾ പറയുക എന്നുള്ളൊരു ഇതിൽ നിന്നാണ്. പിന്നെ ആൾക്കാർക്ക് നമ്മൾ പറയുന്ന പല കാര്യങ്ങളിൽ നിന്നും നല്ലത് കുറെ കാര്യങ്ങൾ എടുക്കാനുണ്ടാവും. ചിലപ്പോ നമ്മുടെയിലും അവർക്ക് എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അത് അവർ മാറ്റി വെക്കുക, നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക. നമ്മളിപ്പോ സംസാരിക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നല്ലതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു അത് മാത്രം എടുക്കുക. പിന്നെ അതിലെന്തെങ്കിലും അവർക്കൊരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ആ ഒരു ശരിക്കും മോട്ടിവേഷണൽ ലെവലിൽ തുടങ്ങിയ ചാനലാണ് നമ്മുടെ. ഇപ്പം ആ ഒരു രീതി അതുകൊണ്ടാണ് പല ആൾക്കാരും അത് ആ രീതിയിൽ നമുക്ക് അവര് നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് മുന്നോട്ട് വരാൻ ഉള്ളൊരു ത്രൈവ് ഉണ്ടെന്ന് ഉള്ള ആൾക്കാരെ വിളിച്ചിട്ടാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പൊ എന്റെ പണ്ടത്തെ സ്വഭാവം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വഴി കാണുന്ന ആൾക്കാരൊക്കെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്നത് അവരോട് പോയി ചുമ്മാ സംസാരിക്കും. ചിലപ്പോ അപ്പൂപ്പന്റെ പ്രായമുള്ളവരായിരിക്കും. അപ്പൊ അവരിങ്ങനെ കുറെ കാര്യങ്ങൾ അവരോടൊന്നും ആരും സംസാരിക്കാറൊന്നുമില്ല. ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഒരാൾ പോയി സംസാരിക്കുക. അപ്പൊ അവരിങ്ങനെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. സത്യമാണ്. അത് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങള് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ പഠിക്കുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും ആൾക്കാരോട് സംസാരിക്കുമ്പോഴും നമുക്കത് കിട്ടും. കാരണം ഈ ആൾക്കാർക്കുള്ള അറിവുകൾ തന്നെയാണല്ലോ ഈ പുസ്തകങ്ങളാക്കി മാറ്റി വെച്ചേക്കുന്നത്. അതാണ് ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. നമ്മൾ ആൾക്കാരുമായിട്ട് പുറത്തിറങ്ങി സംസാരിക്കുമ്പോഴത്തേക്ക്
അതിന്ന് കുറേ ഇൻഫർമേഷനും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും വളരെ നമ്മൾ ഇങ്ങനൊരു സംഭവം ഇതാക്കിയപ്പോൾ തന്നെ അതിന് വില്ലിങ് ആയിട്ട് വന്ന് ഭയങ്കര ആക്റ്റീവായിട്ട്, അത്ര ആക്റ്റീവ് അല്ലാന്ന് പറഞ്ഞെങ്കിലും നമ്മളെ ചോദ്യങ്ങൾക്ക് അത്യാവശ്യം ഇതായിട്ട് മറുപടി വന്ന്. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും കുറേ വീഡിയോസ് നമുക്ക് കാണുന്നുണ്ട്. നമുക്കും സന്തോഷം അങ്ങനെ ഒരു, കാരണം ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യുന്ന ആ ഒരു നമുക്ക് ഫീൽ ഗുഡ് തരുന്ന സാധനങ്ങൾ ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഓൾറൈറ്റ്, താങ്ക് യു.